അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാഹ് വബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, UAE-യിൽ വീണ്ടും ഒരു വേനലവധി ആരംഭിക്കുകയാണ്. വേനൽക്കാലത്തെക്കുറിച്ച് പൊതുവായും വേനലവധിക്കാലം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് സവിശേഷമായും ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ആഴ്ചത്തെ UAE ജുമുഅ ഖുതുബ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന മറ്റെല്ലാത്തിലും ശ്രദ്ധ പുലർത്തുന്ന ജനങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. സത്യവിശ്വാസികളെ, ദിവസങ്ങളും മാസങ്ങളും മാറി മാറി വരുന്നതും വർഷത്തിലുടനീളം ക്രമാനുഗതമായി വിവിധ കാലാവസ്ഥകൾ ആഗതമാവുന്നതും സൃഷ്ടികളോട് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹവും പ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തവുമാണ്. ഓരോ കാലത്തിനും ചില അടയാളങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. അവ നമ്മെ കൃതജ്ഞതയുള്ളവരാക്കുകയും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചു ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അള്ളാഹു രാപ്പകലുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൽ ഉൾക്കാഴ്ചയുള്ളവർക്ക് ഗുണപാഠമുണ്ട്. ഇപ്പോഴിതാ നമുക്കൊരു വേനൽക്കാലം ആഗതമാവുകയാണ്. വേനലിൽ സൂര്യൻ്റെ ചൂട് കൂടുതലായിരിക്കും. അതേസമയം വേനലിൽ തന്നെയാണ് ഈന്തപ്പനയുൾപ്പെടെ മരങ്ങൾ ഫലസമൃദ്ധമാവുന്നത്. അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ ത്വൽഉൻ നദീദ് റിസ്ഖൻ ലിൽ ഇബാദ് എന്നാണ്. ഒന്നിനു മുകളിലൊന്നായി പഴക്കുലകളുള്ള ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പനകൾ നാം സൃഷ്ടിച്ചു. നമ്മുടെ അടിമകൾക്ക് ആഹാരമായാണത്. മരങ്ങൾ ഫലസമൃദ്ധമാവുന്നത് കൊണ്ടുതന്നെ ആ കാലഘട്ടത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ലക്ഷണങ്ങൾ എല്ലായിടത്തും പ്രകടമാവും. അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ, കഴിവിൻ്റെ സുന്ദരമായ ഉദാഹരണങ്ങൾ എല്ലായിടത്തും പ്രോജ്വലിച്ചു നിൽക്കും. അതുകൊണ്ട് വേനൽക്കാലത്തിന് ഹൃദ്യമായ സ്വാഗതം. നാം എങ്ങനെയാണ് വേനൽക്കാലത്തെ സ്വാഗതം ചെയ്യാതിരിക്കുക? അത് അല്ലാഹു പടച്ച കാലാവസ്ഥകളിലൊന്നാണ്. ഒരു കാരണവശാലും ഒരു കാലാവസ്ഥയെ ശപിക്കുവാനോ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുവാനോ നമുക്കനുവാദമില്ല. മാത്രമല്ല, വേനലിൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹ്ലൻ ബിസൈഫിൻ ഇദ് അതാന ഇന്നന ഫരിഹൂന നഹ്മദു റബ്ബനാ ലിഖുദൂമിഹി. നാം വേനലിനെ സ്വാഗതം ചെയ്യുകയാണ്. വേനലാഗതമായതിൽ സന്തുഷ്ടരായി നാം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വേനൽ അവധിക്കാലമാണ്. ധാരാളം ഒഴിവു സമയമുണ്ടാകും. ഈ സമയമെന്നത് അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷേ ധാരാളം ആളുകൾ ആ അനുഗ്രഹത്തെക്കുറിച്ച് അശ്രദ്ധരുമാണ്. നമ്മുടെ പ്രവാചകർ പറഞ്ഞിട്ടില്ലേ, നിഅ്മതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സഹ്ഹത്തു വൽ ഫറാഖ്. രണ്ടനുഗ്രഹങ്ങളുണ്ട്, അവയെക്കുറിച്ച് ധാരാളം ആളുകൾ അശ്രദ്ധരാണ്, അവർ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവു സമയമാണ്. അതുകൊണ്ട് ബുദ്ധിശാലിയായ ഒരാൾ തൻ്റെ വേനൽക്കാലത്ത് ഉപയോഗപ്പെടുത്താവുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുകയും വ്യക്തിപരമായി സാക്ഷാത്കരിക്കേണ്ടുന്ന ലക്ഷ്യങ്ങളെ നിർണയിക്കുകയും നേടിയെടുക്കേണ്ടുന്ന നേട്ടങ്ങളെ വരച്ചിടുകയും ചെയ്യുന്നു. പുതിയതായി എന്തെങ്കിലും അറിവ് നേടുകയോ പരിചയം സിദ്ധിക്കുകയോ
അതല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു മാറ്റവും സ്വാധീനവും കൊണ്ടുവരികയോ ചെയ്യാത്ത എത്ര അവധിക്കാലങ്ങളാണ് കഴിഞ്ഞുപോയത്. സത്യവിശ്വാസികളെ, വേനലവധിയെ നാം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോരുത്തരും തൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടത്ര മതിയായ സമയം കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടും. പരസ്പരമുള്ള ഇഴയടുപ്പവും ഇഷ്ടവും ദൃഢമാകും. ഇത് പ്രവാചകരുടെ ചര്യ പിന്തുടരുന്നതിൻ്റെ ഭാഗമാണ്. കാരണം പ്രവാചകർ തൻ്റെ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് അവർക്ക് ആനന്ദവും ആശ്വാസവും പകരാറുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെയും നമ്മളുടെ മക്കളുടെയും ഇടയിൽ വിശ്വാസത്തിൻ്റെ പാലം പണിയുക. നാം അവരോട് അടുപ്പം കാണിക്കുകയും ചേർന്നിരുന്ന് സംസാരിക്കുകയും അവരുടെ അവധിക്കാല പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുക. അവരുടെ കളിവിനോദങ്ങൾക്ക് നമ്മുടെ ഒരു മേൽക്കണ്ണുണ്ടാവുകയും ഇലക്ട്രോണിക് ഡിവൈസുകളുമായുള്ള അവരുടെ സഹവാസത്തിന് പരിധി നിശ്ചയിക്കുകയും ചെയ്യുക. ഉപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ട് അവരുടെ ബുദ്ധിയെ പരിപോഷിപ്പിക്കുക. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറയുന്ന ഉപദേശം ഏറെ ശ്രദ്ധേയമാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. പൊന്നുമോനെ, നിന്റെ പ്രവർത്തനം ഒരണുവിൻ തൂക്കത്തോളമാണെന്ന് കരുതുക. എന്നിട്ട് അതൊരു പാറക്കല്ലിനുള്ളിലോ ആകാശഭൂമികളിൽ എവിടെയെങ്കിലുമോ ആണെന്നും സങ്കല്പിക്കുക. എന്നാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിശ്ചയമായും അള്ളാഹു സൂക്ഷ്മജ്ഞനും അഗാധജ്ഞാനിയുമാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, ഈ വേനൽക്കാലം നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാനുള്ള അവസരമാക്കുക. അതുകൊണ്ട് ഒരു സിദ്ധിയെങ്കിലും പഠിക്കുക, ഒരു പുസ്തകമെങ്കിലും വായിക്കുക, ഏതെങ്കിലും ഒരു കായിക വിനോദം വ്യവസ്ഥാപിതമായി ശീലിക്കുക. കാരണം ഏറ്റവും സുന്ദരമായ വേനൽക്കാലമെന്നാൽ നമ്മുടെ അറിവിലെന്തെങ്കിലും വികസനമോ നമ്മുടെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും കരുത്തോ നമുക്കോ നമ്മുടെ സമൂഹത്തിനോ കൂടുതൽ ഉപകാരപ്രദമാവുകയും ചെയ്യുന്ന ഒരു വേനൽക്കാലമാണ്. സത്യവിശ്വാസികളെ, നമ്മുടെ മഹത്തായ രാജ്യം വേനൽക്കാലത്തിനു വേണ്ടി സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ധാരാളം മാർഗങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. ധാരാളം തണലിടങ്ങളുണ്ട്, താമസ സ്ഥലങ്ങളും എല്ലാവർക്കും എത്തിപ്പിടിക്കാവുന്ന സൗകര്യങ്ങളും സേവനങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചോർക്കുക. നാം ശീതീകരിച്ച വാഹനത്തിൽ നിന്ന് സമ്പൂർണമായി ശീതീകൃതമായ ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് നിസ്കരിക്കുവാനായി ശീതീകരിക്കപ്പെട്ട പള്ളികളിലേക്കും പിന്നീട് അതുപോലെ ശീതീകരിക്കപ്പെട്ട വീടുകളിലേക്കും മടങ്ങുന്നത് ആലോചിക്കുക. നാം എപ്പോഴും അനുഭവിക്കുന്ന നിരന്തരമായ അനുഗ്രഹങ്ങൾ. അതുകൊണ്ടുതന്നെ അവയുടെ വലിയ മഹത്വം നാം മറന്നുപോവുകയും വിസ്മരിക്കുകയും അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യം നാം ഓർക്കാതെ പോവുകയും ചെയ്യുന്നു. ഫൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ രാജ്യത്ത് ധാരാളം വിനോദ കേന്ദ്രങ്ങളുണ്ട്, സഞ്ചാര കേന്ദ്രങ്ങളും ഉല്ലാസ പ്രവർത്തനങ്ങളുമുണ്ട്. അവയെല്ലാം നമുക്ക് സന്തോഷം പകരുന്നവയാണ്. അതുകൊണ്ട് ഈ വേനലവധിക്കാലം രാജ്യത്തെ അത്തരമിടങ്ങൾ കണ്ടെത്തുവാനും അവയെ ഉപയോഗപ്പെടുത്തുവാനും നമ്മുടെ മക്കളെ കൂടി അതിൽ പങ്കാളികളാക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ മക്കൾ രാജ്യത്തോടുള്ള സ്നേഹത്തോടെ, രാജ്യത്തിൻ്റെ പേരിലുള്ള അഭിമാനബോധത്തോടെ വളർന്നു വരട്ടെ. അവരുടെ നാട്ടിൽ തന്നെ അവർക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ആഡംബരങ്ങളും ആശ്വാസവും സമാധാനവും ഇവിടെയുണ്ട് എന്നവർ മനസ്സിലാക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.